എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ കലണ്ടറാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ചതുരാകൃതിയിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ കലണ്ടർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇത്തരം ബോട്ടിലുകൾ തന്നെയാണ്. ഞാനൊരു പേപ്പറിനകത്ത് ഈ വർഷത്തെ കലണ്ടർ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓരോ മാസവും പ്രത്യേകം കൈകൊണ്ട് തന്നെ അങ്ങ് കീറിയെടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും നോക്കുന്നില്ല. ഇതിൻ്റെ ഒരേ ഇറഗുലർ ഷേപ്പിൽ ഇരിക്കുന്നതാണ് ഇത് കാണാൻ ഒരു ഭംഗി. ഇത് കോഫി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഓരോ പേപ്പർ പീസുകൾ ഇതിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കണം. ഈ കോഫിയുടെ കളർ ഈ പേപ്പറിനകത്തോട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അതിനകത്തേക്ക് തന്നെ ഇത് ഇട്ടിരിക്കണം. ഈ കോഫി പൗഡറും പേപ്പറും ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ശേഷം ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ഉണക്കിയെടുക്കണം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള പേപ്പറിനകത്താണ് ഇത് നിരത്തി വെച്ചിരിക്കുന്നത്. സാധാ പേപ്പറിലങ്ങ് നിരത്തി വെക്കുകയാണെങ്കിൽ ചിലപ്പം ഇത് ആ പേപ്പറുമായിട്ട് കീറി കൂട്ടാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ കുറേ വൈറ്റ് പേപ്പറും കോഫിയിൽ മുക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പറുകളെല്ലാം നമുക്ക് ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കണം. ഈ ബോട്ടിലിൻ്റെ ഓരോ സൈഡിലും നമുക്ക് 3 മാസം വെച്ചാണ് ഒട്ടിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ പ്രിന്റ് എടുത്തത്. ഈ പേപ്പറുകളൊക്കെ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൂവും വാട്ടറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ മാസങ്ങൾ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ പ്ലെയിൻ പേപ്പറുകളൊക്കെ അങ്ങ് ഒട്ടിച്ചെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂവിൽ മുക്കിയിട്ട് ഓരോന്നും അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വീഴാത്ത രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് ഇതങ്ങ് ഒട്ടിക്കണം. ഞാൻ ഈ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ കലണ്ടർ ഒട്ടിക്കേണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ മുഴുവൻ ഭാഗത്തും ആദ്യം ഈ പ്ലെയിൻ പേപ്പറുകളും ഒട്ടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ മാസങ്ങൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ മാസങ്ങളെല്ലാം ഒരേ ലൈനിൽ തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കണേ. ഇങ്ങനെ എല്ലാ വശത്തും 3 വീതം ഒട്ടിച്ചെടുക്കണം. ഈ 2021 എന്നുള്ളത് എല്ലാ വശത്തും മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഞാൻ ഈ മാസങ്ങൾ ഒട്ടിച്ച പേപ്പറിൻ്റെ അരികു ചേർത്ത് ബ്ലാക്ക് പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ടൊന്ന് ബോർഡർ ഇടുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കും. ഈ നെക്കിൽ ഒരു ത്രെഡ് ചുറ്റിയിടുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇത് ചുറ്റുന്നത്. ഈ ജൂട്ടിൻ്റെ ത്രെഡ് ചുറ്റുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. പക്ഷേ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് സാധാ ത്രെഡ് തന്നെ അങ്ങ് ചുറ്റാമെന്ന് വെച്ചത്.
ഒരു കോർക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ബോട്ടിൽ അങ്ങ് അടച്ചു വെക്കുക. സാധാരണ ഈ സോഫ്റ്റ് വുഡ് കൊണ്ടാണ് കോർക്കൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷെ അതങ്ങനെ പറഞ്ഞാൽ എൻ്റെ കിട്ടാത്തതുകൊണ്ട് ഇനി ഒരു തേക്കിൻ്റെ ചെറിയ പീസ് കൊണ്ടാണ് കോർക്ക് ഉണ്ടാക്കിയത്. ഇതൊന്നും കൂടെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു കൂട്ട് വാർണിഷ് കൂടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ബോട്ടിൽ നല്ലൊരു ഫിനിഷിംഗ് ലഭിക്കും. അങ്ങനെ നമ്മുടെ ബോട്ട് കലണ്ടർ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഈ കലണ്ടറിൻ്റെ ഒക്കെ ടെംപ്ലേറ്റുകൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ലഭിക്കും. അഥവാ ഇനിയും പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പേപ്പറിനകത്ത് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഈ പുതുവർഷത്തിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു ബോട്ടിൽ കലണ്ടർ കൂടെ ഇരിക്കട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുതലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.